ആയിട്ടുള്ള അടിപൊളി യാത്ര. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ഗന്ധം ആസ്വദിക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിൽ പോവാണ്. ഒരുപാട് സന്തോഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ പോകുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. രണ്ടാമത്തെ സന്തോഷം പോകുന്നത് ബിസിനസ് ക്ലാസ്സിലാണ്. മൂന്നാമത്തെ സന്തോഷം അവിടെ ചെല്ലുമ്പോൾ അറിയാം, എയർപോർട്ടിൽ വന്നപ്പോൾ കിട്ടിയൊരു സന്തോഷമാണ്. നാലാമത്തെ സന്തോഷം വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ, അതായത് ഇന്നത്തെ തീയതിയിൽ നമുക്ക് ടിക്കറ്റ് കിട്ടി, അത് വേറൊരു സന്തോഷം. അവധി കിട്ടി, നാലാമത്തെ സന്തോഷം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരിട്ട് കുവൈറ്റിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, നാട്ടിലേക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു യാത്രയാണ് കേട്ടോ. അതുപോലെ തന്നെ ജീവിതത്തിലെ ആദ്യത്തെ ബിസിനസ് ക്ലാസ് യാത്രയാണ് കേട്ടോ. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്വപ്ന യാത്രയിലേക്ക്, അതായത് ബിസിനസ് ക്ലാസ് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ലെന്നി. വെൽക്കം ടു LT ട്രിപ്സ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പുതിയ മുഖ്യമന്ത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുള്ള നാട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. മുഖ്യമന്ത്രി ഇല്ലാത്ത നാടൊന്നുമല്ലായിരുന്നു. മുഖ്യമന്ത്രി ഇച്ചിരി താമസിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നാട്ടിലെ എന്നാ പറയുന്നത്, ചക്ക മാങ്ങ സീസണൊക്കെ തീരാൻ പോവാണ്. അതിനിപ്പുറം പോയി കഴിക്കണം. പിന്നെ നമ്മൾ ബിസിനസ് ക്ലാസ് യാത്ര നമ്മൾ നേരെ വന്നു. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കിലോയും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. ഇത് സ്ഥിരമായിട്ട് ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പൊക്കോണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഇത് ചുമ്മാ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ നമ്മൾ യാത്ര ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അല്ലെങ്കിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്കുള്ള ഒരു അനുഭവം നമ്മൾ പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ലഗേജ് തന്നെ നമ്മൾ ആദ്യം പറയാം. നമുക്ക് 64 കിലോ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ലഗേജായിട്ട് 64 കിലോ. പിന്നെ അതുതന്നെ ഹാൻഡ് ബാഗ് 11 കിലോയും പ്ലസ് ലാപ്ടോപ്പ് ബാഗ്. പിന്നെ ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നേരെ ചെന്ന് കഴിഞ്ഞാൽ ബിസിനസ് ക്ലാസ്സിൻ്റെ നമ്മുടെ കൗണ്ടറുണ്ട്, സെപ്പറേറ്റ് ആണ്. അവിടെ ചെല്ലുക. വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് ചെല്ലുന്നു. പിന്നെയാണ് നമ്മുടെ സന്തോഷം കേട്ടോ. നമുക്ക് ലോഞ്ച് യൂസ് ചെയ്യാം. കുവൈറ്റിൽ ഇത്രയും കാലത്തെ ജീവിതത്തിന് കുവൈറ്റ് എയർവേസിൻ്റെ ലോഞ്ച് യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം കൊടുത്ത് നമ്മൾ കയറി വന്നു കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ലോഞ്ചിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ലോഞ്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോഞ്ചിൻ്റെ അകത്തെ വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ കുവൈറ്റ് എയർവേസിൻ്റെ ഇതേണ്ട നമ്മുടെ ഗേറ്റ് നമ്പറിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ. നമുക്ക് വേണേൽ ഫോട്ടോ എടുക്കാം. ഇതേണ്ട 2KD ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടും. നമ്മൾ അവിടെ നിന്ന് ഓടി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇരിക്കാൻ സീറ്റ് പോലും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ അതൊക്കെ ഇത്രയും പെട്ടെന്ന് വരണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. കൊള്ളാം. ഏതായാലും ഫ്ലൈറ്റ് എടുക്കാനായിട്ട് കയറാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ആ എക്സ്പീരിയൻസ് അകത്ത് കയറി കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ. അകത്തോട്ട് കയറി നമ്മൾ ഇരിക്കുകയാണ്. നമ്മുടെ ഒരു ക്യാബിന് ഒരു വലിയ ഡിസ്പ്ലേ, ഒരു ചെറിയ കൗണ്ടർ, അതിനകത്ത് മിറർ, അതിലൊരു കുപ്പി വെള്ളം, കാര്യങ്ങൾ, കമ്പിളി, അടിപൊളി ഹെഡ്ഫോണ്, കാല് നീട്ടി വെക്കാൻ നല്ല സ്പേസ്. അതാണ് മെയിൻ. എന്നാലും കൊള്ളാം. അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെയും കൂടെ റേറ്റ് വ്യത്യാസം എത്ര വരുമെന്ന് ചോദിക്കുക. ബിസിനസ് ക്ലാസ് എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും ചെയ്യണ്ട, ചോദിക്കുക. കിട്ടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അങ്ങനെ കൊച്ചി വന്നിറങ്ങി കേട്ടോ. കൊച്ചി വന്നിറങ്ങി നല്ല സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. റേറ്റൊക്കെ ഈ റേറ്റിനൊക്കെ കിട്ടുവാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്. എപ്പോഴും അത് നടപടിയാവുമെന്ന് തോന്നുന്നില്ല. അത് നമുക്കൊരു പ്രത്യേക ക്യാബിന്, അതിനകത്ത് എന്നാ പറയുക, നല്ല ഫുഡ്, നല്ല സർവീസ്, കാര്യങ്ങൾ. പിന്നെ ആദ്യം ഇറങ്ങാം, ആദ്യം കയറാം, അങ്ങനെ കുറേ ഗുണങ്ങൾ. നമ്മുടെ കൊച്ചിയിലെത്തി, സന്തോഷമായിരുന്നു കേട്ടോ. അടിപൊളി യാത്രയായിരുന്നു. ദുബായ്, എമിറേറ്റ്സിൻ്റെ ഒക്കെ നമ്മൾ കണ്ട ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ് യാത്ര. നമ്മളൊന്നുമായിട്ട് കമ്പയർ ചെയ്യണ്ട. നമ്മളിതെങ്കിലും എന്നാ പറയുക, ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമേ നമ്മൾ പറയാനുള്ളൂ. ആരെയും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, നമ്മുടെ ലൈഫിൽ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ വേണ്ട എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി കേട്ടോ. കൊച്ചിയുടെ ഗണം അല്ല, കൊച്ചിയുടെ ഗന്ധം, നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ഗന്ധം ആസ്വദിക്കട്ടെ. കുഴപ്പമില്ല, സെറ്റാണ്. ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. വെക്കേഷന് പറ്റിയ സമയം. വലിയ മഴകളുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ സാരമില്ല, ആ ചൂടങ്ങ് മാറിയല്ലോ. അപ്പോൾ പുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.